അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഷെൽട്ടർ ഹെൽത്ത് ടിപ്പ് എന്ന രീതിയിൽ സാധാരണ ജനങ്ങളിലേക്ക് ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇതേപോലെ വീഡിയോസ് ഇറക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം സാധാരണ ജനങ്ങളിലേക്ക് ഇത്തരം മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കുറഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളോടായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ഹൃദ്രോഗം മനുഷ്യരാശിയിൽ വളരെയധികം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകമെമ്പാടും അത് ദരിദ്ര രാജ്യമായാലും ശരി, ധനിക രാജ്യമായാലും ശരി, ലോകമാകമാനം ഹൃദ്രോഗത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചു കൊണ്ടുവരുന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളം ഒട്ടും പിന്നിലല്ല. ഈ സമയത്ത് ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലധികവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ട് നമ്മളിന്ന് കണ്ടുവരുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതേപോലെ തന്നെ സ്മോക്കിംഗ്, വ്യായാമമില്ലായ്മ, അമിതഭാരം, ഇതൊക്കെയാണ് ഈ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പബ്ലിക്കിനെ ബോധവൽക്കരണം ചെയ്യുകയാണെങ്കിൽ, ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ വന്നവർക്ക് അതിനെ ചികിത്സിച്ച് ഭേദമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ തോത് വളരെ ഗണ്യമായിട്ട് തന്നെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയുമെന്ന ഒരു മെസ്സേജാണ് എനിക്കെല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്ന വഴി എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചെന്നെത്തുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയിലും കൂടിയാണ്. അപ്പോൾ ഭക്ഷണ രീതി എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഭക്ഷണം നമ്മളുടെ വയറിൻ്റെ 1/3 കഴിക്കുകയും 1/3 നമ്മൾ വെള്ളം കുടിക്കുകയും 1/3 നമ്മൾ വെറുതെ വിടുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മുടെ ഒരു ജീവിതശൈലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉച്ചയ്ക്ക് വയറ് നിറച്ച് കഴിച്ച് അത് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വൈകുന്നേരം വീണ്ടും നമ്മൾ അതിനെ വീണ്ടും നിറയ്ക്കുകയാണ്. പിന്നീട് രാത്രി വളരെ ലേറ്റായിട്ടൊക്കെ ഇതേപോലെ വീണ്ടും കഴിക്കുന്ന ഒരു ശീലമാണ് ഇന്ന് നമ്മൾ മലയാളികളിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മിതത്വം പാലിക്കുന്നത് പോലെ തന്നെ ഭക്ഷണത്തിലും മിതത്വം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അമിതഭാരം എന്നിവയൊക്കെ നല്ലൊരു പങ്ക് തടയിടുവാൻ കഴിയും. അതിനോടനുബന്ധിച്ച് നമ്മൾ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നായ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത നമുക്ക് വളരെയധികം കുറയ്ക്കുവാൻ കഴിയും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്നെല്ലാവരും തന്നെ AC റൂമിൽ അല്ലെങ്കിൽ കസേരയിലും ടേബിളിലും ഇരുന്ന് ഓഫീസ് വർക്കുള്ള രീതിയിൽ വൈറ്റ് കോളർ ജോബായിട്ടാണ് അധികം ആളുകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരീരം അധ്വാനിക്കുന്ന രീതിയിലുള്ള ജോലി വളരെയധികം കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മനസ്സിന് വലിയ അധ്വാനവുമാണ്. മാനസിക പിരിമുറുക്കം ഇന്ന് എല്ലാ ജോലിയിലും ഉള്ള അതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ അധ്വാനം കുറയുകയും മനസ്സിൻ്റെ അധ്വാനം കൂടുകയുമാണ് ഇന്നത്തെ ജീവിതശൈലിയിൽ ഏറ്റവും അധികമായി നമ്മൾ കണ്ടുവരുന്നത്. നേരെ മറിച്ച് ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് നമുക്ക് ഏറ്റവും വേണ്ടത് ശരീരത്തിൻ്റെ അധ്വാനം കൂട്ടുകയും, എന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടുകയും മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഇന്നത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുകയും അതേപോലെ തന്നെ മറ്റ് പ്രാർത്ഥന, ധ്യാനം, അതേപോലെ യോഗ, അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് സ്ട്രെച്ചിങ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കുകയും, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മിതമായ ഭക്ഷണവും മിതമായ വ്യായാമവും സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ഹൃദയമുള്ള ആളുകളായി ജീവിക്കുവാൻ കഴിയുമെന്നൊരു മെസ്സേജാണ് എനിക്ക് ഈ അവസരത്തിൽ ഷെൽട്ടറിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.